രാജ്യപുരോഗതിക്കും സുതാര്യതയ്ക്കും അനിവാര്യമായിട്ടുള്ള 3 സുപ്രധാന ബില്ലുകളുമായി കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ എത്തുമ്പോൾ പതുപോലെ സഭ സ്തംഭിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടാളികളും. വികസനത്തോട് ഇവർക്കുള്ള അന്ധമായിട്ടുള്ള എതിർപ്പും തടസ്സവാദവും ഒക്കെയാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബിൽ, കൂടാതെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന പരീക്ഷാ ക്രമക്കേട് തടയൽ ബിൽ എന്നീ 3 നിർണായക നിയമനിർമ്മാണങ്ങളാണ് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ തട്ടിപ്പുകളും കർശനമായി നേരിടാനുള്ള പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് സഭയിൽ പാസാക്കാൻ ശ്രമിക്കുന്നത്. സഭയ്ക്കുള്ളിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് ആണ് സഭയ്ക്ക് വെളിയിൽ CJPക്ക് പിന്തുണയുമായി വരുന്നത്. ഒരു തരും ആത്മാർത്ഥതയില്ലാത്ത അവസരവാദവും രാജ്യവിരുദ്ധതയും നിറഞ്ഞ വെറും പാഴുകളുടെ പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ഇതിനു പുറമെ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനുള്ള ബില്ലും കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അതിനെയും ഇക്കൂട്ടർ എതിർക്കുന്നുണ്ട്. എന്തിനെതിർക്കുന്നു എന്ന് പോലും ഇവർക്ക് അറിയാമോ എന്ന കാര്യം സംശയമാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് പരീക്ഷാ ക്രമക്കേടുകൾ എന്ന് നമുക്കറിയാം. ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് കേന്ദ്രം ശക്തമായിട്ടുള്ള ഈ നിയമം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കോടതികളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസ് സർക്കാർ നേരത്തെ കൊണ്ടുവന്നത്. തികച്ചും ജനക്ഷേമകരമായിട്ടുള്ള അഴിമതിയും കാലതാമസവും തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഭരണപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഈ നിയമനിർമ്മാണങ്ങളോട് പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇവരുടെ തനി നിറം വ്യക്തമാക്കുന്നത്. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സർക്കാരിനെതിരെ തൊണ്ട പൊട്ടി നിലവിളിച്ച രാഹുൽ ഗാന്ധിയും കൂട്ടരും പരീക്ഷാ തട്ടിപ്പ് തടയാനുള്ള ശക്തമായ ബിൽ വരുമ്പോൾ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല. പകരം രാഷ്ട്രീയ ലാഭത്തിനായി സഭയിൽ ബഹളമുണ്ടാക്കാനാണ് ഇവരുടെ നീക്കം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ഓർഡിനൻസിനെതിരെ പ്രമേയം കൊണ്ടുവന്ന് നീതിന്യായ വ്യവസ്ഥയുടെ ശാക്തീകരണത്തെ തടസ്സപ്പെടുത്താനും ചില പ്രതിപക്ഷ MPമാർ ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളെ പോലും അത് BJP കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം നഖശിതാന്തം എതിർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം. നെഗറ്റീവ് പൊളിറ്റിക്സ്. അഴിമതിക്കും തട്ടിപ്പുകൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ നിയമത്തിന്റെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുമ്പോൾ അതിനെ ഭയക്കുന്നവർക്ക് മാത്രമേ ഈ സുപ്രധാന ബില്ലുകളെ എതിർക്കാൻ കഴിയൂ. ജനങ്ങൾ വോട്ട് ചെയ്ത് പ്രതിപക്ഷത്തിരുത്തിയത് വികസന പദ്ധതികളെ അന്ധമായി എതിർക്കാനും സഭ സ്തംഭിപ്പിക്കാനുമല്ല എന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ പ്രതിപക്ഷ കസേരകളിൽ നിന്നും ജനങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കും. എന്നിട്ട് അർഹരായവരെ അവിടെ ഇരുത്തും. ആരാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആരാണ് രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതെന്ന് ഭാരതത്തിലെ സാധാരണക്കാർ കൃത്യമായി കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം കോൺഗ്രസ് മറക്കണ്ട. ന്യൂസ് ഡെസ്ക് മലയാളം.